അമ്പൻ തൗഫീഖിൽ മൂത്തവർ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ അത്താഴത്തിന് എണീച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അല്ല, പുലർച്ചക്ക്. അപ്പോൾ പത്തിരിയും അതുപോലെ തന്നെ ബീഫ് കറിയിലും ഞാൻ തിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ തലേന്ന് നോമ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വത്തക്ക വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ച് പിന്നെ ഞാനിവിടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാനുണ്ടോ. എനിക്ക് വലിയ ഇഷ്ടമില്ല കട്ടൻ ചായ, പക്ഷെ അങ്ങനെ ഞാൻ ഉണ്ടാക്കി. പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വിചാരിച്ചിങ്ങനെ അടുക്കളയൊക്കെ നോക്കിയപ്പോൾ ഞാൻ കുറച്ച് കാഷ്നട്ടും അതുപോലെ കിസ്മിസും അതുപോലെ ഡേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ചെടുത്ത് തിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പിന്നെ ബാങ്കൊക്കെ കൊടുത്തപ്പം നമ്മൾ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി. നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചധികം നേരം ഇരുന്ന് ഓതി. കാരണം കത്തം തീർക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് നോമ്പ് കഴിയുമ്പോഴത്തേക്ക് ഇൻഷാ അള്ളാ. അപ്പോൾ അത് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രാവിലെ എണീച്ച് നമ്മുടെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം, അതായത് ഒരു അസറിൻ്റെ കുറച്ച് നേരം മുൻപായിട്ടേക്കും അടുക്കളയ്ക്ക് വരിക. ഇന്നപ്പം പഴം നിറച്ചതാണ്. അപ്പോൾ അത് ഉമ്മ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോകണ്ട, മുസമ്പിയാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടി വിചാരിച്ചത്. പിന്നെ പൈനാപ്പിൾ അടിക്കാമെന്ന് ഫസ്റ്റ് വിചാരിച്ചത്. അപ്പോൾ പൈനാപ്പിൾ വല്ലാണ്ട് അങ്ങോട്ടേക്ക് പഴുത്തിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് മുസമ്പി അടിക്കാം. അപ്പം നമ്മൾ പഴം നിറച്ചത് നമ്മൾ ഫുൾ പൊരിച്ചൊക്കെ വെച്ചിരിക്കണം. പിന്നെ മുസമ്പി ഇതാ കട്ട് ചെയ്തിട്ട് ജാറിലേക്കൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ നല്ലൊരു 30 ദിവസത്തിലും എൻ്റെ ഡ്യൂട്ടി ആയിരിക്കും ഈ ഒരു ജ്യൂസ് അടിക്കൽ. എനിക്ക് ആകെ ഇഷ്ടമുള്ളൊരു പണി അതാണ്. ഈ ഒരു ജ്യൂസ് അടിക്കലും അതുപോലെ പാത്രം കേൾക്കലും എൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടിയാണ്. അങ്ങനെ പിന്നെ കുറച്ച് പപ്പായ ഉണ്ട്, അതും കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസൊക്കെ അടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നും കൂടെ തണുപ്പാവാൻ വേണ്ടിയിട്ട്. പിന്നെ അത്താഴത്തിലേക്കുള്ള മീനൊക്കെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മൾ മുസമ്പി ജ്യൂസ്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ളൊരു നേരമൊക്കെ ആയപ്പം ഞാൻ ജ്യൂസൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും ക്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് വെക്കാണ്. ഒരു കൈമേൽ ക്യാമറയും ഒരു കൈമേൽ ഈ ഒരു ജ്യൂസും കൂടി അതിനെക്കൊണ്ട് എനിക്കത് നല്ലോണം അങ്ങോട്ട് ഒഴിക്കാൻ കഴിയണില്ല. ജസ്റ്റ് ഇങ്ങനെ ചിന്തി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ക്യാമറമാനെ വിളിച്ച് അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഈ ഒരു ജ്യൂസ് ജാറിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. എത്ര ഗ്ലാസ് ഉണ്ടെങ്കിലും ഈ ഒരു ജാറിൽ ഞാനും അമ്മയും കുടിക്കല്. അങ്ങനെ അൽഹംദുലില്ലാ രണ്ടാമത്തെ നോമ്പും നമ്മൾ റാഹത്തായിട്ട് തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ മഗ്‌രിബും ഒക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. മഗ്‌രിബ് നിസ്കാരത്തിന് കയറി കഴിഞ്ഞാൽ ഇശാ കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. പിന്നെ ഓരോരോ തിരക്ക് കാരണം അങ്ങനെ വീഡിയോ അങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കാൻ കഴിയില്ല. അതിനെക്കൊണ്ട് തന്നെ അത്ര ലെങ്ത്തൊന്നും ഇല്ല കേട്ടോ വീഡിയോ. ഇനിയുള്ള വീഡിയോസൊക്കെ മാക്സിമം ഞാൻ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കും ഇൻഷാ അള്ളാ. പിന്നെ നമ്മൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇക്കാക്ക ജിമ്മിന് പോയിട്ടുണ്ട്. അങ്ങനെ ഓനൊക്കെ പോയി എല്ലാവരും വന്നതിന് ശേഷമേ നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പൊറോട്ടയാണ്. പൊറോട്ട എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നത് അതായിട്ട് കണക്കാക്കുക. അങ്ങനെ ഈ ഒരു പത്തിരിയും കറിയും ഒക്കെ തിന്ന് അതിന് ശേഷം പിന്നെ കിളി പോയ പോലെ കേനു. അങ്ങനെ റാത്തായിട്ട് വേഗം കിടന്നുറങ്ങി. ബിക്കോസ് നമുക്ക് അത്താഴത്തിന് എണീക്കാനുള്ളതില്ല. ഫൈനലി ഈ ഒരു ഫ്രൂട്ടിയും കൂടി കുടിച്ചിട്ട് നമ്മൾ വേഗം കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.